നമസ്കാരം. PSU സെക്ടറിലെ സ്റ്റോക്കുകളിലും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ഉൾപ്പെട്ട സ്റ്റോക്കുകളിലും വന്ന ഹെവി സെല്ലിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇൻഡെക്സ് 0.76% ഇടിഞ്ഞ് 21,616 ക്ലോസിംഗ് നൽകി. നിഫ്റ്റി ബാങ്ക് 1.65% ഇടിഞ്ഞു. നിഫ്റ്റി സ്മാൾ ക്യാപ്പ് 3%, മിഡ് ക്യാപ് ഇൻഡെക്സ് 3%-അടുത്തും ഇടിഞ്ഞു. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 343ഓളം സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലായിരുന്നു. അതേസമയം മേജർ സ്റ്റോക്കുകൾ, അതായത് 1856ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത് PSU സെക്ടറിലെ സ്റ്റോക്കുകളിലാണ്. PSU സെക്ടറിലെ കമ്പനികൾ പലതും മോശം ക്വാർട്ടർലി റിസൾട്ടാണ് കാഴ്ചവെച്ചത്. SJVN എന്ന സ്റ്റോക്ക് ഇന്ന് 19% ഇടിഞ്ഞു. ക്വാർട്ടർലി റിസൾട്ടിലെ മോശം പെർഫോമൻസിൻ്റെ പശ്ചാത്തലത്തിലാണ് SJVNൽ ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. PSU സെക്ടറിലെ മറ്റ് സ്റ്റോക്കുകളായ NBCC, NHPC, മിശ്ര ധാതു നിഗം, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, NLC ഇന്ത്യ, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, പഞ്ചാബ് സിന്ധ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. റെയിൽവേ സെക്ടറിലെ പല സ്റ്റോക്കുകളും ലോവർ സർക്യൂട്ടിലെത്തുകയും 3 മുതൽ 10% നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. RVNL, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ IRFC, റെയിൽടെൽ, ഇർകോൺ ഇൻ്റർനാഷണൽ തുടങ്ങിയ സ്റ്റോക്കുകളിലെല്ലാം തന്നെ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ തുടർച്ചയായ 6ാമത്തെ മീറ്റിംഗിലും ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമില്ലാതെ നിലനിർത്താൻ തീരുമാനിച്ചതും ഉടനടി, അതായത് നിയർ ഫ്യൂച്ചറിലൊന്നും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കാൻ സാധ്യതയില്ല എന്ന രീതിയിലുള്ള സൂചന വന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം വന്ന ദിവസം തന്നെ ബാങ്കിംഗ് സ്റ്റോക്കുകളിലെല്ലാം തന്നെ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. അത് ഇന്നത്തെ ദിവസം വർദ്ധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇൻട്രിം ബഡ്ജറ്റിൽ അട്രാക്റ്റീവായിട്ടുള്ള പ്ലാനുകളൊന്നും പ്രഖ്യാപിക്കാഞ്ഞതും MPC മീറ്റിംഗ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈൻ ആയതും ഫെഡ് റിസർവ് പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിച്ച ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പോസ്റ്റ്പോൺ ചെയ്തതിൻ്റെയും പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തുന്നത്. ഇതിൽ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച റാലി കാഴ്ചവെച്ച PSU സെക്ടറിലെ സ്റ്റോക്കുകളിലും റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളിലുമാണ് ഏറ്റവും അധികം പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത്. ഇന്ന് മാർക്കറ്റിൽ വളരെ വലിയ രീതിയിൽ ഇടിയുകയും സപ്പോർട്ട് പ്രൈസിനടുത്തെത്തുകയും ചെയ്ത ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ പവർ ഇന്ന് 7.70% ഇടിഞ്ഞ് 360 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1.16 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 32.33, ഡിവിഡൻഡ് ഈൽഡ് 0.5%. 6 മാസം കൊണ്ട് 56%-അടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ടാറ്റ പവർ. ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 2% വർദ്ധിച്ച് 1082 കോടിയിൽ നിന്നും 1076 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 6.2% വർദ്ധിച്ച് 14,401 കോടിയിൽ നിന്നും 15,294 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ EBITDA 20% വർദ്ധിച്ച് 2,607 കോടിയിൽ നിന്നും 3,606 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റിൽ 2% വർധനവ് മാത്രമാണ് കാണാൻ സാധിച്ചത്. കമ്പനിയുടെ എക്സ്പെൻസ് വളരെ വലിയ രീതിയിൽ ഉയരുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജ് ഏജൻസികളും ടാറ്റ പവറിന് സെൽ എന്ന റേറ്റിംഗ് നൽകി. CLSA സെൽ എന്ന റേറ്റിംഗും 249 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. കമ്പനി ഇപ്പോഴും മേജർ റവന്യൂ കൺവെൻഷണൽ എനർജി സോഴ്സുകളിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലെ പ്രോഫിറ്റബിലിറ്റി വളരെ ചെറിയ ശതമാനം മാത്രമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് CLSA ടാറ്റ പവറിന് സെൽ എന്ന റേറ്റിംഗും 249 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. മോർഗൻ സ്റ്റാൻലി എന്ന ബ്രോക്കേജ് ഏജൻസി സെൽ എന്ന റേറ്റിംഗും 213 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ റെഗുലേറ്റഡ് ബിസിനസ്സിൻ്റെയും ലോവർ മാർജിനിൻ്റെയും പശ്ചാത്തലത്തിൽ കമ്പനി വരും സമയങ്ങളിൽ സ്ലോവർ ഗ്രോത്ത് ആയിരിക്കും കാണിക്കുക എന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ അഭിപ്രായം. ടാറ്റ പവർ എന്ന സ്റ്റോക്ക് 361-അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 325, 340 തുടങ്ങിയ റേഞ്ചുകളിൽ സ്റ്റോക്കിൽ നമ്മൾക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കാണാൻ സാധിക്കും. 300 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 325-അടുത്തായിട്ടാണ് ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് സിർക്ക പെയിൻറ്റ് ഇന്ത്യ ലിമിറ്റഡ്. സിർക്ക പെയിൻറ്റ് ഇന്ന് 5% ഇടിഞ്ഞ് 387 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1.2 കോടിക്ക് അടുത്ത് മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 40.43, ഡിവിഡൻഡ് ഈൽഡ് 0.42%.
6 മാസം കൊണ്ട് 9% റിട്ടേൺ നൽകിയ നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 11% റിട്ടേൺ നൽകി. സിർക്ക പെയിൻറ്റിൻ്റെയും മോശം ക്വാർട്ടർലി റിസൾട്ടും ഡിമാൻഡ് ഇടിഞ്ഞതിൻ്റെയും പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നത്. ഇയർ ഓൺ ഇയറിൽ സെയിൽസ് 65 കോടിയിൽ നിന്നും 72 കോടിയിലേക്ക് ഉയർന്നെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ 84 കോടിയിൽ നിന്നും 72 കോടിയിലേക്ക് കമ്പനിയുടെ സെയിൽസ് ഇടിഞ്ഞു. എക്സ്പെൻസ് 51 കോടിയിൽ നിന്നും 59 കോടിയിലേക്ക് ഉയരുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 22% നിന്നും 19% ഇടിയുകയും ചെയ്തു. ക്വാർട്ടർ ടു ക്വാർട്ടർ ഓപ്പറേറ്റിംഗ് മാർജിൻ 25% നിന്നും 19% ഇടിഞ്ഞത്. നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം ഡിസംബർ ക്വാർട്ടറിലും 11 കോടിയായിരുന്നു. ഇപ്പോഴും നെറ്റ് പ്രോഫിറ്റ് 11 കോടിക്ക് അടുത്ത് തന്നെയാണ്. അതേസമയം ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ 16 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 11 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. പെയിൻറ്റ് സെഗ്മെൻറ്റിലെ വീക്ക് ഡിമാൻഡിൻ്റെ പശ്ചാത്തലത്തിൽ സിർക്ക പെയിൻറ്റ് എന്ന സ്റ്റോക്ക് 435 നിന്നും ഇടിഞ്ഞ് 356 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ ഡബിൾ ടോപ്പ് രീതിയിലുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. 350 സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. ഈ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്റ്റോക്ക് ചിലപ്പോൾ 300 എന്ന ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്